CJP ഫൗണ്ടർ അഭിജിത്ത് ദീപക് ഇപ്പോൾ മുഴുവൻ BJP ലീഡേഴ്സിനെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്താ കാര്യമെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഒരു പെൺകുട്ടി നമ്മുടെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ കാണാം. അതിനു മുമ്പായി അഭിജിത്ത് ദീപക് എന്തിനാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്? അതിനുള്ള കാരണം ഒരു RTI ആക്ടിവിസ്റ്റ് അഭിജിത്ത് ദീപകിന്റെ അച്ഛനെതിരെ ഒരു RTI ഫയൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ. 60,000 രൂപ സാലറി വാങ്ങിക്കുന്ന താങ്കളുടെ മകനെ എങ്ങനെയാണ് US അയച്ച് പഠിപ്പിക്കുക എന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ RTIയിൽ പറഞ്ഞിട്ടുള്ളത് ഈ അഭിജിത്ത് ദീപകിന്റെ അച്ഛന്റെ ഫൈനാൻഷ്യൽ സോഴ്സ് ഒക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു RTI ഫയൽ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ന്യൂസ് ഏജൻസി PTI ഇവരുടെ ഇത് അനുസരിച്ചിട്ട് ആക്ടിവിസ്റ്റ് അമിത് തിവാരിയാണ് ഈ ഒരു RTI ഫയൽ ചെയ്തിട്ടുള്ളത്. ഇവർ പറഞ്ഞിട്ടുള്ളത് അഭിജിത്ത് ദീപകിന്റെ അച്ഛനായിട്ടുള്ള റിട്ടയർഡ് മഹാരാഷ്ട്ര ഗവൺമെന്റ് എംപ്ലോയി അവരുടെ ഫൈനാൻഷ്യൽ സോഴ്സ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു RTI ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് പ്രകാരം ഈ RTI റിട്ടയർഡ് എംപ്ലോയീസിന് നേരെ ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷേ പേഴ്സണലി ആ ഒരു ഇൻഡിവിജ്വലിന് നേരെ കൊടുക്കാൻ പറ്റില്ല. പബ്ലിക് അതോറിറ്റിക്ക് നേരെയാണ് കൊടുക്കാൻ സാധിക്കുക. ഇനി ഈ റിട്ടയർഡ് എംപ്ലോയീസിന് നേരെ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പുറത്തു വിടുക? പുറത്ത് കിട്ടാൻ പോകുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ്. ഒന്ന്, അവരെപ്പോഴാണ് റിട്ടയർ ആയിട്ടുള്ളത്, അവരുടെ പോസ്റ്റ് എന്തായിരുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം, അതായത് പബ്ലിക്ലി അയാളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വിടുക. അയാളുടെ സാലറി എത്രയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പുറത്തു വിടില്ല. അതായത് അയാളുടെ പ്രോപ്പർട്ടി, അതുപോലെ ബിലോങ്സ്, ഇൻകം സോഴ്സ്, ഈ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വിടില്ല. അതൊക്കെ പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ തരത്തിലുള്ള ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആ ഒരു കേസിൽ വരണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വിടുകയുള്ളൂ. എന്റെ നോളജ് ലിമിറ്റഡ് ആണ്. തെറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഓക്കെ, ഇനി നമുക്ക് അഭിജിത്ത് ദീപക് എന്താണ് പറഞ്ഞുള്ളത് എന്ന് കേൾക്കാം. हेलो एवरीवन, मैंने अभी देखा कि किसी बीजेपी के कार्यकर्ता ने मेरे ऊपर RTI फाइल की है और वो जानना चाहते हैं कि मैंने अपनी एजुकेशन कैसे कंप्लीट की। तो मैं उनसे पूछना चाहता हूँ, क्या आपके नेता अपनी डिग्री दिखाएंगे? मैं अपना स्कॉलरशिप लेटर और एजुकेशन लोन का लेटर दिखाने के लिए तैयार हूँ। क्या आपके नेता उनकी असली डिग्री दिखाएंगे? और मुझे समझ नहीं आता इन लोगों को एजुकेशन से इतनी क्या प्रॉब्लम है। अगर कोई आम घर का लड़का बॉस्टन यूनिवर्सिटी में जाकर पढ़कर आ गया तो इससे इन लोगों को तकलीफ क्यों हो रही है? आप लोग एजुकेशन के इतने खिलाफ क्यों हो? കേട്ടില്ലേ? ഇവിടെ അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ളത് ഒരു BJPയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു RTI ഫയൽ ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് ദീപക് എങ്ങനെയാണ് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. ഇതിൽ റെസ്പോണ്ട് ആയിട്ട് ഇപ്പോൾ അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒക്കെ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാൻ സാധിക്കുമോ? ഞാൻ റെഡിയാണ്. എന്റെ, അതായത് അഭിജിത്ത് ദീപകിന്റെ സ്കോളർഷിപ്പ് ലെറ്റേഴ്സും അതുപോലെ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഓൺ, അതായത് ലീഡേഴ്സിന്റെ ഒക്കെ, പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒക്കെ ഓൺ ഡിഗ്രി, അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് നമുക്ക് അറിയാലോ. അപ്പം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു തരാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അഭിജിത്ത് ദീപക് അവസാനം പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ്. അതായത് എപ്പോഴും എന്താണ് ഈ ആളുകൾക്ക് എഡ്യൂക്കേഷൻ ഒരു പ്രോബ്ലം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നത്? അതുപോലെ വൈ ക്രിട്ടിസൈസിങ് ഈ ഇൻഡിവിജ്വൽസ്, അതായത് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡി ചെയ്തിട്ടുള്ള, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റഡി ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നേരെ എന്തിനാണ് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അഭിജിത്ത് ദീപക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു വീഡിയോ കൂടി കാണാം. അതിനുശേഷം ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 20-50 हजार बच्चों को, वो जो बेरोजगार पंचर लगाने वाले वहां पर ज्यादा थे, ताला बनाने वाले वहां पर ज्यादा थे, पंचर लगाने वाले मालूम ही आपको, वो लोग वहां पर ज्यादा थे और छात्र लोग वहां पर कम थे। ये भी मैं आपको जानकारी देना चाहता हूं। और क्या भारत की बेटी या भारत का बेटा मोदी जी के बारे में, उनके परिवार के बारे में इस प्रकार की बातें कर सकते हैं क्या? वो पंचर लगाने वालों की ही औलादें होंगी, पंचर लगाने वालों के ही खानदान होंगे जो मोदी जी के बारे में इस प्रकार की बातों का उपयोग कर रहे थे। भाइयों बहनों, ഇതൊരു BJP ലീഡറാണ്, BJP ലീഡർ രമേശ് ബിന്ദൂരി. ഇവർ പറഞ്ഞിട്ടുള്ളത് ആ ക്രൗഡിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, ആ യൂത്തുകൾ എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ് ഒന്നല്ല, ജോലി ഇല്ലാത്തവരൊന്നല്ല, അവർ പഞ്ചർ റിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പഞ്ചർ റിപ്പയർ ചെയ്യുന്ന ആളുകളുടെ മക്കളാണ് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ വന്നതൊന്നും സ്റ്റുഡന്റ് അല്ല എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിജിക്ക് എതിരെ സംസാരിച്ച ആളുകൾ
അതൊന്നും സ്റ്റുഡൻസ് അല്ല, അതൊക്കെ ഇതുപോലുള്ള പഞ്ചർ ഒട്ടിക്കുന്ന ആളുകളാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതായത് അഭിജിത്ത് ദീപകിനോട് ചോദിച്ചു അല്ലെങ്കിൽ RTI ഫയൽ ചെയ്തു ഇവൻ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ അമേരിക്കയിൽ പോയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് എന്ന്. അതുപോലെ അവിടെ വന്ന ആളുകളൊക്കെ, അതായത് ജന്തർ മന്ദിറിൽ വന്ന ആളുകളൊക്കെ ഈ പഞ്ചർ ഒട്ടിക്കുന്ന ആളുകളും അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെയാണ് എന്നാണ് ഈ BJP-കാരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ പഞ്ചർ ഒട്ടിക്കുന്ന ആള് അല്ലെങ്കിൽ അവരുടെ മക്കൾ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കണം, ചായ വിൽക്കുന്നവർ ചായ വിറ്റുകൊണ്ടേയിരിക്കണം, അതാണ് ഇവരുടെ ഉദ്ദേശം. ഇവിടെ ചരിത്രങ്ങളുണ്ട്. ചായ വിറ്റ് നടന്ന ആളുടെ മക്കൾ അല്ലെങ്കിൽ മകൻ IAS എഴുതി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പലരും നേടിയിട്ടുണ്ട്. അല്ലാതെ ഈ പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായി നിൽക്കണം എന്ന് എവിടെയുമില്ല. ഇനി അഭിജിത്ത് ദീപകിന്റെ അതുപോലെ മറ്റു സ്റ്റുഡൻസിന്റെ ഒക്കെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ രാജ്യത്തൊക്കെ അല്ലെങ്കിൽ മറ്റു ഫോറിൻ രാജ്യത്തും എല്ലായിടത്തും ഉണ്ട് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനങ്ങളുണ്ട്. അത് BJP-കാർക്ക് അല്ലെങ്കിൽ സംഘികൾക്ക് അറിയുമോ എന്നറിയില്ല. കാരണം അവർ അങ്ങനെ എഡ്യൂക്കേഷൻ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പം കുറച്ചു കാലമായിട്ട്. ഓക്കെ, അപ്പോൾ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. പല ബാങ്കുകളും കൊടുക്കുന്ന സംഭവമാണ് എഡ്യൂക്കേഷൻ ലോൺ. പഠിക്കാൻ വേണ്ടി ലോണ് കൊടുക്കും. നിങ്ങൾക്കൊന്നും അറിയുമോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, താഴെത്തട്ടിലുള്ള ആളുകൾക്കും പഠിക്കാം. അല്ലാതെ വലിയ ഈ പണമുള്ള ആളുകൾ മാത്രമല്ല പഠിക്കുക, അല്ലെ അവർക്ക് മാത്രമുള്ള കുത്തകയല്ല പഠിക്കുക എന്നുള്ളത്. ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ മാത്രമല്ല, ഇതിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ MLA-മാരുടെ, MP-മാരുടെ, മന്ത്രിമാരുടെ ഒക്കെ മക്കളൊക്കെ അങ്ങ് US-ലും UK-ലും അല്ലെങ്കിൽ മറ്റു ഫോറിൻ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുന്നു. എങ്ങനെയാണ് അവരുടെ സോഴ്സ് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ RTI ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇനി ഇവരുടെയൊക്കെ മക്കൾ പല കമ്പനീസും ബിസിനസ്സും ഒക്കെ റൺ ചെയ്യുന്നു. ആ പണമൊക്കെ എവിടുന്ന് വരുന്നതാണ്? അതിനെക്കുറിച്ച് RTI ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇനി ഈ PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. അതിനെതിരെ ഇപ്പോൾ അത് ചോദ്യം ചെയ്യിക്കാൻ പാടില്ല എന്നാണ് ഉത്തരവ്. ഓക്കെ, പോട്ടെ. എന്നിരുന്നാലും ആ ചോദ്യം ചെയ്യാൻ ആ ഉത്തരവ് വരുന്നതിന് മുൻപ് നിങ്ങൾ അതിനെക്കുറിച്ച് RTI ഫയൽ ചെയ്തിട്ടുണ്ടോ? അതിനെതിരെ ആ ഫണ്ടിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ട് ഇല്ല. അത് എന്തുകൊണ്ടാണ് ആ ഫണ്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടാത്തത്? നാഷണൽ സെക്യൂരിറ്റിയാണ്. എന്ത് നാഷണൽ സെക്യൂരിറ്റിയാണ് PM കെയർ ഫണ്ടിലുള്ളത്? ഒരു സെക്യൂരിറ്റി ഇല്ല. PM കെയർ ഫണ്ടിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, അതായത് കൃത്രിമം ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ആ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പുറത്തേക്ക് വിടുന്നില്ല? ആ ഫണ്ട് എവിടുന്ന് വന്നതല്ല, പബ്ലിക് ഫണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫണ്ടിൽ അക്കൗണ്ടബിലിറ്റി കാണിക്കണം, ട്രാൻസ്പെറൻസി കാണിക്കണം. അതായത് ആ മണി എന്തിനൊക്കെ യൂസ് ചെയ്തു എന്നുള്ളത് ജനങ്ങൾക്ക് അറിയണം. അത് കൊടുക്കണം. അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കില്ല എന്നാണ് നമ്മൾ സർക്കാർ പറഞ്ഞത്. അതിനെതിരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കാണാം. इंस्टाग्राम ने अननोन नंबर से आ रहे हैं, किसी ने मेरा नंबर लीक किया था, अननोन नंबर से आ रहा है, मुझे साफ साफ बोला जा रहा है जहाँ देखोगे आपको हम कर देंगे, आपका जहाँ देखोगे वहाँ पे हम ऐसे लाइक आपको रेप करेंगे आपका, फिर आपको फेंक देंगे किसी नाले में। अब आपने प्रधानमंत्री जी से माफी मांगी, हालांकि उनकी तरफ से आपको माफ भी कर दिया गया है, क्या इसके बाद भी आपको पुलिस की तरफ से भी कोई परेशान किया जा रहा है, या फिर आपके ऊपर जो केस था वो वापस ले लिया गया, ऐसा कोई? केस वापस नहीं लिया गया है। पुलिस मेरे घर पे आज भी आई है, शाम को सुबह भी आई थी, शाम को भी आई है, आती जा रही है। मेरी हर जगह पुलिस मेरे को ढूंढ रही है, जैसे कि मैंने कुछ क्राइम करा है। और मैं बस इतना बोलना चाहती हूँ, मैं बहुत खुश हूँ उन्होंने मुझे माफ़ करा, बट प्लीज़ ये पुलिस सबका मैं नहीं टॉलरेट कर पाऊंगी। കേട്ടില്ലേ? ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് അൺനോൺ മൊബൈൽ നമ്പേഴ്സിനൊക്കെ ഇവർക്ക് കോൾ വരുന്നത് ത്രെട്ടാണ്, ഭീഷണിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവരുടെ ഫോൺ നമ്പർ ലീക്കായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സേജസ് ഒക്കെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് റേപ്പ് ചെയ്യപ്പെടുമെന്നും അവരുടെ ഡ്രെയിൻസിലൊക്കെ കൊണ്ടുപോയി ഇടുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ത്രട്ടണിങ് കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് ഞാൻ പ്രധാനമന്ത്രിയോട്, നമ്മുടെ നരേന്ദ്രമോദിജിയോട് മാപ്പിന് തേടിയിട്ടുണ്ടായിരുന്നു, ഫൊഗീവ്നെസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് അവർ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോഴും പോലീസ് എന്റെ വീട്ടിൽ വന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വലിയ എന്തോ ക്രൈം ചെയ്ത പോലെയാണ് ഇവർ വന്ന് ഇതാക്കിക്കൊണ്ടത്. അതുപോലെ പോലീസിന്റെ ഹറാസ്മെന്റ്സ്, ഇതൊന്നും എനിക്ക് ഇനി ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഇതും വെച്ചിട്ട് എനിക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല, അത്രമാത്രം ഹറാസ്മെന്റ്സ് പോലീസ് വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് റേപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രതികളെ പോലും വെറുതെ വിട്ടിട്ടുണ്ട്. അതായത്
റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവൻ പൊടിയും തട്ടിയിട്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പെൺകുട്ടി അതുപോലുള്ള വലിയ ക്രൈംസ് ഒന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്തത് ഞാൻ ന്യായീകരിക്കുന്നില്ല. നമ്മളുടെ പ്രധാനമന്ത്രിയെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞ അത്ര വലിയ തെറ്റല്ല. അത് മാത്രമല്ല, ഒരു ഭാഗത്തു നിന്നും നമ്മുടെ പ്രധാനമന്ത്രി, നല്ലവനായ പ്രധാനമന്ത്രി പറയുന്നു ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പുറം നടക്കുന്നതോ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള കാര്യം, മെസ്സേജ് അയക്കുന്നു, ഫോൺ വിളിച്ച് ത്രട്ടൺ ചെയ്യുന്നു, അതായത് റേപ്പ് ചെയ്യുമെന്നും അവരെ കൊണ്ടുപോയി ഡ്രൈനേജിൽ നിക്ഷേപിക്കും, അതായത് കൊണ്ടുപോയി ഇടുമെന്നും പറയുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളാണ്. അതായത് സനാതന ധർമ്മം എന്നും പറഞ്ഞ് നടക്കുന്ന ഈ സംഘിക്കൂട്ടങ്ങൾ ഒരു പെൺകുട്ടിയോട് ചെയ്യുമെന്നും അവരെ ചെയ്ത് ഇതുപോലെ കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണോ അവർ പറയുന്ന സനാതന ധർമ്മം? ഒരിക്കലുമല്ല. എനിക്ക് മനസ്സിലായിടത്തോളം ഇവർക്ക് സനാതന ധർമ്മത്തെ കുറിച്ച് എന്താണ് എന്നറിയില്ല. വെറുതെ സനാതന ധർമ്മം കാക്കണം എന്നും പറഞ്ഞിട്ട് നടക്കുന്നതേ ഉള്ളൂ ഇവർ. അല്ലാതെ ഇവർക്ക് അത് എന്താണെന്ന് കൃത്യമായ രീതിയിൽ അറിയില്ല. അത് തന്നെയാണ് ഇവരുടെയൊക്കെ പ്രശ്നവും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.